നമസ്കാരം. നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് നമ്മൾ പ്രധാനമായും കൊടുക്കുന്ന വാർത്ത ഒന്ന് നമ്മുടെ മേൽപ്പാലവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം നമ്മുടെ മുഴുവൻ ലെവൽ ക്രോസുകളും മാറ്റി മേൽപ്പാലങ്ങളാക്കാൻ അവരുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇത്തരം പ്രഖ്യാപനങ്ങൾ പണ്ടും വന്നിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായും ഈ പ്രഖ്യാപനത്തിന് പുറകെ MP-യും MLA-യും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും നമ്മുടെ എളമ്പള്ളൂർ, മുക്കട, പള്ളിമുക്ക് മേൽപ്പാലങ്ങളുടെ സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ നടപടികൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യും എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. നല്ല കാര്യം, നല്ലത് വരട്ടെ, കുണ്ടറ ഒന്ന് നന്നാകട്ടെ. പിന്നെ അതിനോടൊപ്പം ചേർക്കാനുള്ളത് കണക്ട് കുണ്ടറ എന്നൊരു വലിയ പ്രോജക്റ്റിനെ കുറിച്ചാണ്. വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ C വിശ്വനാഥ് MLA-യുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കണക്ട് കുണ്ടറയുടെ 3ാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ഇന്നലെ ആയിരുന്നു. അതിൻ്റെ മറ്റു ചില വാർത്തകളുമുണ്ട്. നമുക്ക് വാർത്തകളിലേക്ക് പോകും. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. നാളെ ഓഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ. ദേശീയ കായിക ദിനമാണ്. അണുവായുധ പരീക്ഷണങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര ദിനമാണ്. തെലുങ്ക് ഭാഷാ ദിനമാണ്. ആദ്യത്തെ ഇലക്ട്രിക് ട്രാൻസ്ഫോമറിന്റെ പ്രദർശനം മൈക്കിൾ ഫാരഡെ നടത്തിയ ദിവസമാണ്. 1831 ഇത്. മികച്ച ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദ് ജന്മദിനം. പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സൺ ജന്മദിനം. പുസ്തകപ്രേമിയും ഗ്രന്ഥകാരനുമായ DC കിഴക്കേമുറി DC ബുക്ക് സ്ഥാപിച്ച ദിവസം 1974 ഇത്. നാടക കലാകാരനായിരുന്ന വയലാർ വാസുദേവൻ പിള്ള ചരമദിനം. ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. മേജർ ധ്യാൻചന്ദ് ഇന്ത്യൻ ഹോക്കിയിലും ലോക ഹോക്കിയിലും ഇതിഹാസവുമായിരുന്നു. 1928, 1932, 1936 സമ്മർ ഒളിമ്പിക്സുകളിലെ വിജയത്തോടെ ഇന്ത്യക്ക് ആദ്യ ഹാട്രിക് ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടിക്കൊടുത്തു. തന്റെ കരവിരുതിൽ പൂർണ്ണമായി അർപ്പണബോധമുള്ള ധ്യാൻചന്ദ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ റെജിമെന്റൽ ടീമിൽ നിന്നാണ് ഹോക്കി ജീവിതം ആരംഭിച്ചത്. പകൽ റെജിമെന്റൽ ചുമതലകൾ പൂർത്തിയാക്കിയ ശേഷം ചന്ദ്രപ്രകാശത്തിന് കീഴിൽ രാത്രിയിൽ ഹോക്കി പരിശീലിക്കാറുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ധ്യാൻചന്ദ് എന്ന പേര് ലഭിച്ചു. 2012 ഈ ദിവസം ഇന്ത്യയുടെ ദേശീയ കായിക ദിനമായി പ്രഖ്യാപിച്ചു. 1905 ഓഗസ്റ്റ് 29 ഇന്ത്യയിലെ അലഹബാദിലൊരു കുശ്വാഹ രജപുത്ര കുടുംബത്തിലാണ് ധ്യാൻചന്ദ് ജനിച്ചത്. ശാരദയുടെയും രാമേശ്വർ സിംഗിന്റെയും മകനാണ്. ധ്യാൻചന്ദിന് 2 സഹോദരന്മാരുണ്ടായിരുന്നു. മൂൽ സിംഗ്, രൂപ് സിംഗ്. രണ്ടാമത്തേതൊരു ഹോക്കി കളിക്കാരൻ കൂടിയായിരുന്നു. 1932 1936 ഒളിമ്പിക് ഗെയിംസുകളിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ഫീൽഡ് ഹോക്കി ടീമിലെ അംഗമായിരുന്നു. ചന്ദിന്റെ പിതാവ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ചു. അവിടെ അദ്ദേഹം ഹോക്കി അംഗമായിരുന്നു. നാളെ മറ്റൊരു ദിനം കൂടിയാണ്, ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ്. 1945 ജൂലൈ 16 ആണവായുധ പരീക്ഷണം ആരംഭിച്ചതിനു ശേഷം 2000-ലധികം നടന്നു. ആണവ പരീക്ഷണത്തിന്റെ ആദ്യ നാളുകളിൽ അന്തരീക്ഷ പരീക്ഷണങ്ങളിൽ നിന്നുള്ള ന്യൂക്ലിയർ പതനത്തിന്റെ അപകടങ്ങളെ കുറിച്ച് പറയട്ടെ. മനുഷ്യജീവിതത്തിൽ അതിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാര്യമായ പരിഗണന നൽകിയിരുന്നില്ല. ന്യൂക്ലിയർ ആയുധ പരീക്ഷണത്തിന്റെ ഭയാനകവും ദാരുണവുമായ ഫലങ്ങൾ, പ്രത്യേകിച്ച് നിയന്ത്രിത സാഹചര്യങ്ങൾ തകരാറിലാകുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന കൂടുതൽ ശക്തവും വിനാശകരവുമായ ആണവായുധങ്ങളുടെ വെളിച്ചത്തിൽ ഹിൻസൈറ്റും ചരിത്രവും നമുക്ക് കാണിച്ചു തരുന്നു. എല്ലാത്തരം ആണവ പരീക്ഷണങ്ങളും അവസാനിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉപകരണം 1996 സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയാണ്. നിർഭാഗ്യവശാൽ ഇത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. സ്പോൺസർമാരും സർക്കാർ തലത്തിലുള്ള ഏജൻസികളും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകളും ഈ കാരണത്തെ സഹായിക്കുകയും ആണവ പരീക്ഷണങ്ങൾ സമ്പൂർണ്ണമായി നിരോധിക്കുന്നതിന് വേണ്ടി പ്രചാരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെ മറ്റൊരു ദിനം കൂടിയുണ്ട്, ലെമൺ ജ്യൂസ് ഡേ. ഓഗസ്റ്റ് 29 ദേശീയ നാരങ്ങാ നീര് ദിനം. പ്രിയപ്പെട്ട വേനൽക്കാല പാനീയങ്ങളിലൊന്നായ പ്രധാന ഘടകമാണ് നാരങ്ങകൾ. ഏത് സീഫുഡ് വിരുന്നിനും ആവശ്യമായ അനുബന്ധമാണ്. എന്നാൽ ജ്യൂസ് മാത്രം കുടിക്കരുത്.
നാരങ്ങയുടെ തൊലിയിലെ എണ്ണ ഉപയോഗിച്ച് വിഷരഹിത പ്രാണികളെ അകറ്റാൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ മുടിയിൽ നീര് സ്പ്രേ ചെയ്യുക. ഇത് ഇളം നിറമുള്ളതും കടൽ തീരമുള്ളതുമായ നിറം നൽകും. നാരങ്ങയ്ക്കുള്ള ഓപ്ഷനുകൾ അനന്തമാണ്. 1493 ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ആദ്യമായി പുതിയ ലോകത്തേക്ക് കൊണ്ടുവന്നത്. അന്നു മുതൽ നാരങ്ങകൾ വീടുകളിൽ ഔഷധോപയോഗങ്ങൾക്കായി ഒരു പ്രധാന വിഭവമായി മാറി. ഒരു ഘട്ടത്തിൽ സമ്പത്തിന്റെ അടയാളമായും കാണപ്പെട്ടു. നാരങ്ങയിൽ സ്വാദും അതിന്റെ അസിഡിറ്റി ഗുണങ്ങളും നമുക്കറിയാം. നാരങ്ങാനീര് ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നു. ഇത് പല രോഗങ്ങൾക്കും പെട്ടെന്നുള്ള പരിഹാരമാണ്. കൂടാതെ വീട്ടിലിരുന്ന് സൗന്ദര്യ ചികിത്സകൾ തയ്യാറാക്കാനും ഉപയോഗിക്കുന്നു. പല ആയുർവേദ പാചകക്കുറിപ്പുകളും pH ബാലൻസ് ക്രമീകരിക്കുന്നതിനോ മറ്റ് ചേരുവകൾക്കുള്ള സ്റ്റെബിലൈസറായോ നാരങ്ങാനീര് ഉപയോഗിക്കുന്നു. ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നതിനും നാരങ്ങാനീര് വളരെ ജനപ്രിയമാണ്. ചെറുനാരങ്ങാനീര് വെള്ളത്തിൽ കലക്കി ദഹന വ്യവസ്ഥയ്ക്ക് പൂർണ്ണമായ ശുദ്ധീകരണം വാഗ്ദാനം ചെയ്യുന്നു. പത്തരമാറ്റിൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ 20 വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടുസാരികളും ചുരിദാറും സമ്മാനം. കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ. ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ 2.25 കിലോ സ്വർണവും 10 കിലോ വെള്ളിയും സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം. എല്ലാ പർച്ചേസിനും ചിന്നൂസിൽ നിന്നും സമ്മാന കൂപ്പണുകൾ നൽകുന്നു. ഒക്ടോബർ 31 വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി 100 പവൻ സ്വർണം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയുടെ പൊന്നോണാശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. പള്ളിമുക്ക് മേൽപ്പാലം പുതുക്കിപ്പണിയൽ 3 മാസത്തിനകം MPയും MLAയും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ രൂപരേഖ 3 മാസത്തിനകം അന്തിമമാകും. റെയിൽവേയുടെ പുതിയ പ്ലാൻ അനുസരിച്ച് 4 വരി പാതയാണ് ഇനി ഉണ്ടാവുക. ഇതിനനുസരിച്ച് പാലത്തിന്റെ പഴയ പ്ലാൻ മാറ്റേണ്ടതുണ്ട്. വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് ഈ പ്രവൃത്തി 3 മാസത്തിനകം പൂർത്തീകരിക്കും. പ്രധാനമന്ത്രി തറക്കല്ലിട്ട പള്ളിമുക്ക് മേൽപ്പാലത്തിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുമെന്ന് NK പ്രേമചന്ദ്രൻ MPയും പറഞ്ഞു. PC വിശ്വനാഥ് MLAയോടൊപ്പം ഉന്നത ഉദ്യോഗ സംഘം സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു ഇക്കാര്യം. പ്രധാനമന്ത്രി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച മേൽപ്പാലത്തിന്റെ GAD റെയിൽവേയുടെ പുതിയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കി സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഏജൻസിയായ RBDCK ആണ്. റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിനായി റെയിൽവേ സ്വീകരിച്ചിട്ടുള്ള പുതിയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ RBDCK GAD പുതുക്കി നൽകും. മുൻഗണന നൽകി പാല നിർമ്മാണം ത്വരിതപ്പെടുത്തുമെന്ന് റെയിൽവേ അധികൃതർ ഉറപ്പു നൽകി. ദേശീയപാത 744 ദേശീയപാത 183 ഉൾപ്പെടുന്ന ഇളമ്പള്ളൂർ മേൽപ്പാല നിർമ്മാണം റെയിൽവേ പിങ്ക് ബുക്കിൽ MPയുടെ ഇടപെടലിനെ തുടർന്ന് 2023-24 വീണ്ടും ഉൾപ്പെടുത്തി. ദേശീയപാത അതോറിറ്റിയും ദേശീയപാത മന്ത്രാലയത്തിന്റെയും നാഡ്പാക്കിന്റെയും റെയിൽവേയുടെയും RBDCKയുടെയും ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്ത് റെയിൽവേക്കും ദേശീയ പാതകൾക്കും ഗതാഗത സുഗമമാകുന്ന വിധം മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക സാധ്യതകൾ മുൻനിർത്തി സമഗ്രമായ രൂപകൽപ്പന തയ്യാറാക്കാൻ ധാരണയായി. പ്രാഥമിക പഠനം നടത്തുന്നതിന് നാഡ്പാക്കിനെ NHAI ചുമതലപ്പെടുത്തും. സമയബന്ധിതമായി നാഡ്പാക്ക് പഠന റിപ്പോർട്ട് നൽകുന്നതിനും അതിന്റെ അടിസ്ഥാനത്തിൽ ഏജൻസികൾ സംയുക്തമായി ചർച്ച ചെയ്ത് രൂപകൽപ്പന അന്തിമരൂപം നൽകണം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് മേൽപ്പാല നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കുന്നതിനുള്ള സാധ്യതകൾ ഓരോ ഏജൻസിയും പ്രത്യേകം പരിശോധിക്കും. ബ്ലാക്ക് സ്പോട്ടായ ഇളമ്പള്ളൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതി ഉൾപ്പെടുത്തി ദേശീയപാത അതോറിറ്റിയുടെ ചെലവിൽ മേൽപ്പാല നിർമ്മാണം സാധ്യമാക്കാനുള്ള നടപടിയും സ്വീകരിക്കും. മുക്കട മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള പരിശോധനയും ഉന്നതതല സംഘം നടത്തി. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ ഗേറ്റ് മൂലം ദേശീയപാതയിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കഴിയും വിധം മുക്കട മേൽപ്പാലത്തിന്റെ രൂപകൽപ്പന തയ്യാറാക്കുവാൻ നിർദ്ദേശം നൽകി. ബ്ലോക്ക് സ്പോട്ട് ഒഴിവാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലത്തിന്റെ നിർമ്മാണം ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കണമെന്നും നിർദ്ദേശം സമർപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP, PC വിശ്വനാഥ് MLA, ദേശീയപാത മന്ത്രാലയം റീജിയണൽ ഓഫീസർ ശ്രീധര, മധുര റെയിൽവേ സീനിയർ ഡിവിഷൻ എഞ്ചിനീയർ M പ്രവീണ, നാഡ്പാക്ക് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ഷഹീം, NHAI പ്രോജക്ട് ഡയറക്ടർ വിപിൻ മധു, RBDCK പ്രോജക്ട് എഞ്ചിനീയർ മുഹമ്മദ് അൽത്താഫ്, റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷൺമുഖം, ദേശീയ പാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോൺ കന്നത്ത്, റെയിൽവേ സെഷൻ സീനിയർ എഞ്ചിനീയർമാരായ വിജയകുമാർ, നിതിൻ, പ്രസന്നകുമാർ, NHAI ഡെപ്യൂട്ടി മാനേജർ
നന്ന ഭരത്, സയന്റിസ്റ്റുമാരായ അരുൺ ചന്ദ്രൻ, അഭിഷേക് കെ ആസാദ് തുടങ്ങിയ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥ സംഘമാണ് മേൽപ്പാലങ്ങൾ ഉള്ള സ്ഥലം സന്ദർശിച്ചത്. ബഹുമാനപ്പെട്ട കുണ്ട്ര MLA ശ്രീ PC വിഷ്ണുനാഥിനോടൊപ്പം റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ, റെയിൽവേയിലെ കൺസ്ട്രക്ഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയിലെ ഉന്നതരായിട്ടുള്ള റീജിയണൽ ഓഫീസർ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ, അതുപോലെ ഈ കാര്യങ്ങൾ പഠനം നടത്തി ഗവൺമെന്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന നാറ്റ്പാക്കിന്റെ പ്രതിനിധികൾ, ROB വർക്കുകൾ ചെയ്യുന്ന RBDCK റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഓഫ് കേരള RBDCKയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും സാന്നിധ്യത്തിലാണ് എളമ്പള്ളൂർ, കുണ്ടറ, മുക്കട, അത് കഴിഞ്ഞതിന് ശേഷം പള്ളിമുക്ക് 3 റെയിൽവേ ഓവർബ്രിഡ്ജിന്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടത്തിയത്. ഇതിനു മുമ്പ് ഞാനും ബഹുമാനപ്പെട്ട MLAയും കൂടി ചേർന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സൈറ്റ് ഇൻസ്പെക്ഷൻ തീരുമാനിച്ചത്. അതിൽ പ്രധാനമായും ഈ 3 സ്ഥലവും വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളാണ്. പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ പള്ളിമുക്കിനെ സംബന്ധിച്ചിടത്തോളം, പള്ളിമുക്ക് ROBയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഒരു GAD ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് അഥവാ ഒരു അലൈൻമെന്റ് ഫിക്സ് ചെയ്ത് ഓൾറെഡി ഉണ്ട്. പക്ഷേ പുതിയ നിയമം അനുസരിച്ച്, പുതിയ മാനദണ്ഡം അനുസരിച്ച് ഒരു ലൈൻ പോരാ, 4 ലൈൻ ക്രോസ് ചെയ്യാൻ പര്യാപ്തമായ നിലയിലുള്ളതായിരിക്കണം ROB എന്നുള്ളതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും റെയിൽവേ മന്ത്രാലയത്തിന്റെയും സ്ട്രിക്റ്റ് ഡയറക്ഷൻ. അപ്പൊ 4 റെയിൽപാളങ്ങൾ ക്രോസ് ചെയ്യത്തക്ക നിലയിലായിരിക്കണം ROB നിർമ്മിക്കേണ്ടത് എന്ന പുതിയ റിവൈസ്ഡ് ഗൈഡ് ലൈൻസ് വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ RBDCK തയ്യാറാക്കിയിട്ടുള്ള, വളരെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നിലവിലുള്ള അലൈൻമെന്റ് ഡ്രോയിങ് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഞാൻ ബഹുമാനപ്പെട്ട MLA ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം പള്ളിമുക്ക് ROBയുടെ വർക്ക് എൻട്രസ്റ്റ് ചെയ്തിരുന്ന RBDCKക്കാണ്. നിർഭാഗ്യവശാൽ പിന്നീട്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ പോകുന്നില്ല, പിന്നീട് RBDCK എന്ന ഏജൻസിയെ മാറ്റി മറ്റൊരു ഏജൻസിയെ വെക്കുകയും കേരള റോഡ് ഫണ്ട് ബോർഡിനെ ഏൽപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. MLA തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടാണ് നിലവിലുള്ള RBDCK തന്നെ വർക്ക് ഏൽപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയും പ്രവർത്തന പുരോഗതി വന്നിട്ടുള്ളത്. ഇപ്പൊ പള്ളിമുക്ക് ROBയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു കൺസെൻസസ് ധാരണ, നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് 50% റെയിൽവേ, 50% സംസ്ഥാന ഗവൺമെന്റ്, 50:50 കോസ്റ്റ് ഷെയറിംഗ് ബേസിസിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള GAD റിവൈസ്ഡ് GADയുടെ അടിസ്ഥാനത്തിൽ ലാൻഡ് അക്വയറിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പൊതുവെ എടുത്തിട്ടുള്ള ധാരണ. 2, കുണ്ടറ ROBയെ സംബന്ധിച്ചിടത്തോളം കുണ്ടറ ROB പുതുതായിട്ടാണ് പിങ്ക് ബുക്കിൽ, റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ നമ്മുടെ ഇടപെടലിന്റെ ഭാഗമായി ഇത് രണ്ടും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുണ്ട്രയെങ്കിലും നടക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പൊ റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നത്. കുണ്ട്രയിൽ മുക്കട, ഞാൻ ഉദ്ദേശിച്ച മുക്കട നേരത്തെ തന്നെ ഉള്ള. അതുപോലെ തന്നെയാണ് എളമ്പള്ളൂരിൻ്റെത് നേരത്തെ പിങ്ക് ബുക്കിൽ ഉണ്ടായിരുന്നു, 2020 പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്തു. എന്നാൽ ഇപ്പൊ വീണ്ടും റെയിൽവേ 2024 പിങ്ക് ബുക്കിൽ എളമ്പള്ളൂരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ബന്ധപ്പെട്ട വിവിധ ഏജൻസിയുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്തപ്പോ അവർ 45 ദിവസത്തിനുള്ളിൽ കുണ്ട്ര ROBയെ സംബന്ധിച്ചിടത്തോളവും എളമ്പള്ളൂർ ROBയെ സംബന്ധിച്ചിടത്തോളവും വിശദമായ പഠനം നടത്തി ഒരു രൂപരേഖ തയ്യാറാക്കി അതിനുശേഷം മീറ്റിംഗ് കൂടി ഈ കാര്യത്തിൽ തീരുമാനിക്കാമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് സ്പോട്ടായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ റോഡ് സേഫ്റ്റി പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് തന്നെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ അത് നടപ്പാകുന്നില്ല എന്നുണ്ടെങ്കിൽ 50:50 എന്ന ക്രമത്തിൽ റെയിൽവേയും സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന്, സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് കുണ്ടറ മുക്കട ജംഗ്ഷനും അതുപോലെ തന്നെ എളമ്പള്ളൂർ ജംഗ്ഷനും രണ്ടും ബ്ലാക്ക് സ്പോട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ആ 2 സ്ഥലത്തും മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഓവർബ്രിഡ്ജ് രണ്ടും കൂടി ലിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റോ അത് അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. 45 ദിവസം, പരമാവധി 30 ദിവസമാണ് നാറ്റ്പാക്ക് ഇതിന് സമയം ചോദിച്ചിട്ടുള്ളത്. റെയിൽവേയും ബോർത്തും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും RBDCK അവർ തങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹോംവർക്ക് ചെയ്തതിന് ശേഷം 45 ദിവസം കഴിഞ്ഞാൽ
അടിയന്തരമായി തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഈ കാര്യത്തിൽ ഒരു ഫൈനാലിറ്റി ഉണ്ടാക്കിയതിനു ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ മീറ്റിംഗും ഇതൊന്നും ഇതിനെ സംബന്ധിച്ച് പള്ളിമുക്ക് ആർഒബിയെ സംബന്ധിച്ച് ബാധകമല്ല. ഓൾറെഡി പ്രധാനമന്ത്രി തറക്കല്ലിട്ട ഒരു ആർഒബി എന്ന നിലയിൽ പുതിയ റിവൈസ്ഡ് ആയിട്ടുള്ള ഇത് വരിക എന്നുള്ളത് മാത്രമാണ് അതിനെ സംബന്ധിച്ചുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന ഗവൺമെന്റ് 50% ഫണ്ട് അനുവദിക്കണം. അതുമായി ബന്ധപ്പെട്ട ലാൻഡ് അക്വിസിഷൻ പ്രൊസീഡിങ്സുമായി മുന്നോട്ട് പോയി പ്രവർത്തനം ആരംഭിക്കാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. കുറെ കണ്ടിന്യൂസ് ആയ മീറ്റിംഗിന്റെ ഒരു ഘട്ടത്തിലാണ് ഈ സൈറ്റ് ഇൻസ്പെക്ഷൻ ബഹുമാനപ്പെട്ട MP-യുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു യോഗം റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികളുടെയും ചേർന്നിരുന്നു. ആ സമയത്താണ് ഈ RBDCക്ക് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം അവിടെ നിന്ന് വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് PWD സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ MLA എന്ന നിലയിൽ മുൻകൈയെടുത്ത ഒരു മീറ്റിംഗ് വിളിച്ച് വീണ്ടും ഇതിന്റെ നിർവഹണ ഏജൻസിയായി RBDCക്ക് ചുമതലപ്പെടുത്തി RBDCക്ക് ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം വീണ്ടും കൊല്ലത്ത് ബീച്ച് ഓർക്കിഡ് ഹോട്ടലിൽ വെച്ച് റെയിൽവേ അതുപോലെ തന്നെ RBDCക്ക് തുടങ്ങിയ അവരുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിലാണ് NHAയുമായിട്ടുള്ള ഒരു കൂടിയാലോചന വേണമെന്നുള്ള ഒരു നിർദ്ദേശം വരികയും ബഹുമാനപ്പെട്ട MP-യുടെ നേതൃത്വത്തിൽ എന്നെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് NHA ഒരു മീറ്റിംഗ് കൂടി. എളമ്പള്ളൂരിൻ്റെയും മുക്കടയുടെയും കാര്യത്തിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അത് ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ MP-യുടെ നേതൃത്വത്തിൽ NHA, മോർത്ത്, റെയിൽവേ, RBDCക്ക് ഇതിന് സ്റ്റഡി നടത്തുന്ന ഏജൻസി ആയിട്ടുള്ള NATPAC സംയുക്തമായി നടത്താൻ തീരുമാനിച്ചു. അതാണ് ഇപ്പോൾ ഇന്നിവിടെ നടന്നത്. അക്കാര്യത്തിൽ MP ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആവശ്യമാണ്. കാരണം ഈ കുണ്ടറയിലെ ഗതാഗത കുരുക്കെന്ന് പറഞ്ഞാൽ ഒരു ഗതാഗത പ്രശ്നത്തെക്കാൾ ഉപരി അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. ഈ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആ സഞ്ചാര സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല. മണിക്കൂറുകൾ ആളുകൾ കുരുങ്ങി കിടക്കുകയാണ്. അപ്പുറത്തൊക്കെ ആണെങ്കിൽ എളമ്പള്ളൂരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ, ഹോസ്പിറ്റല്, അതെല്ലാം ഈ ഗേറ്റിന്റെ അപ്പുറത്താണ്. അവരനുഭവിക്കുന്ന പ്രയാസം വളരെ വലുതാണ്. ഇതെല്ലാം കൂടെ കണക്കിലാക്കി ബഹുമാനപ്പെട്ട MP-യും ബഹുമാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. സമയബന്ധിതമായി തന്നെ ഇതിന്റെ സ്റ്റഡിയുടെ റിപ്പോർട്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റുമായും സെൻട്രൽ ഗവൺമെന്റുമായും ബന്ധപ്പെട്ട ഏജൻസികളുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ശുഭ പ്രതീക്ഷയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കുള്ളത്. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. കുട്ടികൾ കാഴ്ചപ്പാടുള്ളവരായി വളരണമെന്ന് ഡോക്ടർ അരുൾ RB കൃഷ്ണ IPS കണക്ട് കുണ്ടറ 3ാം ഘട്ടം ആരംഭിച്ചു. കുട്ടികൾ കാഴ്ചപ്പാടുള്ളവരായി വളർന്നു വരണമെന്നും അതിന് പാഠപുസ്തകങ്ങളിൽ നിന്ന് പുറത്ത് ജീവിതം പഠിക്കണമെന്നും ഡോക്ടർ അരുൾ RB കൃഷ്ണ IPS PC വിശ്വനാഥ് MLAയുടെ കണക്ട് കുണ്ടറ വിദ്യാഭ്യാസ പദ്ധതി 3ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സാധ്യതകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ PC വിശ്വനാഥ് MLAയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷമായി നടത്തിവരുന്ന കണക്ട് കുണ്ടറ വിദ്യാഭ്യാസ പദ്ധതിയാണ് അതിന്റെ 3ാം ഘട്ടമാണ് ഉദ്ഘാടനം ചെയ്തത്. PC വിശ്വനാഥ് MLA അധ്യക്ഷത വഹിച്ചു. BCAN സോഷ്യൽ ഇന്നോവേറ്റീവ് CEO അഖിൽ കുര്യൻ പദ്ധതിയുടെ വിശദീകരണം നടത്തി. TKM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അൻവർ, കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് വിനിതകുമാരി, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും TKM സ്കൂൾ PTA പ്രസിഡന്റുമായ H ഹുസൈൻ, വാർഡംഗം ഷീജ, AEO റസ്യ ബീവി, HM ഫോറം പ്രസിഡന്റ് മിനിമോൾ, സഫേർ ഫീച്ചർ അക്കാദമി പ്രതിനിധി ഡോക്ടർ ഹരിനാഗരാജ്, III കോമേഴ്സ് അക്കാദമി കോപ്പറേറ്റീവ് ഹെഡ് ഷെറിൻ കളത്തിൽ, കണക്ട് പ്രോജക്ട് കോർഡിനേറ്റർ നവമി രാജേഷ് എന്നിവർ സംസാരിച്ചു. നമ്മൾ ഈ കാഴ്ചപ്പാട് എന്ന് പറയുന്നതിലാണ് ലീഡർ കിട്ടുന്നത്, അതിനാണ് വില്ലൻ ഉള്ളത്, അതിനാണ് ഹീറോ ഉള്ളത്, അതിനാണ് ഹീറോ ഉള്ളത്, എല്ലാം ഉള്ളത്. ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞായിരുന്നു ഏകദേശം 2 നാൽപ്പത് കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. 3 ആഴ്ച ഏകദേശം 20-22 മിനിറ്റോളം ഈ പ്രോഗ്രാം കടന്നു പോയപ്പോൾ നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒച്ചയൊന്നും കേട്ടില്ല.
സാധാരണ ഇത്രയും സമയം ഇരുന്ന് കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ ഒഴിച്ച് നമുക്ക് എത്രയും കൂട്ടായ്മകളൊക്കെ ഇരിക്കും, നമ്മൾ എന്തെങ്കിലും തമ്മിൽ സംസാരിക്കും. ഇതെന്താണ് പറയുന്നത്, എന്താണ് ഈ കണക്ട്, എന്താ ലീഡർഷിപ്പ്, അതൊന്നും നമുക്ക് ഈ പ്രായത്തിൽ ലീഡറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ എത്ര കൈ കൊടുക്കുന്നത്. മാത്രമല്ല പണ്ടത്തെ ഇപ്പോൾ നിങ്ങൾക്ക് അതാവും ഇതാവും ചോദിച്ചു കഴിഞ്ഞാൽ ആരും കൈ വെക്കില്ല. കാര്യം നമ്മുടെ അഭിപ്രായം, നമ്മുടെ തീരുമാനം നമുക്ക് മാത്രമേ ഉള്ളൂ. നാട്ടുകാരുടെ മുന്നിൽ കൈ കാര്യം കാണിക്കുന്നതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അതെനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അതുകൊണ്ട് IPS എത്ര പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈ പൊക്കിയാൽ സഹോദരി നമുക്ക് ആക്ച്വലി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിലെല്ലാം നമ്മൾ അറിയാവുന്ന ചെറിയ ചെറിയ വിവരം നമ്മളിലേക്ക് വരിക. ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ 1 രൂപ അല്ലെങ്കിൽ 3 രൂപ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന ആന്റിബയോട്ടിക്സ് വാങ്ങുന്നതിന്റെ പേര് നമ്മൾ പോയി മെഡിക്കൽ ഷോപ്പ് കൊടുക്കുക ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നില്ല. ഇത് എവിടെ നിന്ന് പഠിക്കുന്നത്? കേട്ടു മറ്റാൾക്കാരിൽ നിന്ന് പറഞ്ഞു ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഒരു വഴി, നിങ്ങൾ ഈ വഴി പോകുന്നത് നിങ്ങൾക്ക് ഉചിതമായിരിക്കും. നിങ്ങൾ ആലോചിച്ചു പോകും ഇത് നല്ലതാണ്, നിങ്ങൾ ഈ വഴി സെലക്ട് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ കണക്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രസിഡന്റാണ് MLA ഞാൻ പറഞ്ഞതുപോലെ 80 കുട്ടികൾ കഴിയുന്ന 30 വർഷം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഓരോ കോഴ്സും ജോലി ചെയ്തു. കുറച്ച് അതേപോലെ 50 ആൾക്കാർ ഈ വർഷം ജോലി ചെയ്തു. അതുപോലെ മറ്റ് കോഴ്സുകളിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ വരുന്ന വർഷങ്ങളിൽ നിങ്ങളിൽ നിന്നുള്ളത് തന്നെയാണ് സിവിൽ സർവീസ്, നിങ്ങളിൽ നിന്നുള്ളത് തന്നെയാണ് ഡോക്ടറും എഞ്ചിനീയറും ജിയോളജിസ്റ്റും റവന്യൂ ഓഫീസറും ഒക്കെ ആവുന്നത്. അല്ലാതെ നമുക്ക് വരാനില്ല ഈ പോസ്റ്റുകൾ വരാനില്ല. ഇപ്പോൾ ഇരിക്കുന്നവരല്ല 55 വയസ്സുള്ള അവർ റിട്ടയറാണ്. അത് റിട്ടയർ ആയി കഴിഞ്ഞാൽ ആ പോസ്റ്റിലേക്ക് വരുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. കൊല്ലത്തെ കൊല്ലത്തിനുള്ള കോട്ടയിലുള്ള പോസ്റ്റുകളിൽ വരാൻ കൊല്ലത്തുപോലെ തന്നെയാണ് എപ്പോഴും മുൻപന്തിയിരുന്നത്. നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ ആവേണ്ടത്. അപ്പൊ എനിക്കത് ആകണ്ട എന്ന് ആഗ്രഹിക്കുന്ന പലരും ഒരുപാട് സാഹചര്യമാണ്. ഞാൻ അവരോട് പറയുകയും നമ്മുടെ ഡിഗ്രി എഞ്ചിനീയറിംഗ് പറയുന്നത് ബിടെക് കഴിഞ്ഞാണ് നമ്മൾ പറയുന്നത് ഡിഗ്രി കഴിഞ്ഞാണ്. പക്ഷേ അദ്ദേഹം ബിടെക് എടുത്തു. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? സംഗീത സംവിധായകനാവുകയെന്നുള്ളതാണ്. അപ്പോൾ നേരെ പോയി അങ്ങോട്ടേക്ക് പോയി സംഗീത സംവിധായകനാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എത്താൻ കഴിയും എന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ ഡോക്ടർ അരുൺ അഭികൃഷ്ണന്റെ കാര്യത്തിൽ പറഞ്ഞത്. എനിക്ക് അദ്ദേഹമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് അദ്ദേഹം IPS രീതിയിൽ അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാറിയുള്ളത്. വെരി സിമ്പിൾ. ഓക്കെ. അപ്പൊ ഇവിടെ വരുന്ന നമ്മൾ എല്ലാവരും ഇതിനൊരു ഉസ്താദുമാരെന്ന് വിചാരിക്കരുത്. അവസരം കിട്ടുന്ന സമയത്ത് പെർഫോം ചെയ്യുന്ന ആൾക്കാർ മാത്രമേ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളൂ. യെസ് ആണോ? യെസ്. ഒരു അവസരം കിട്ടിയെങ്കിൽ ഞാൻ ട്രൈ ചെയ്യുന്ന പറയുന്ന ആൾക്കാർ കൈ പോകും. സത്യം പറഞ്ഞു, അവസരം കിട്ടിയ ട്രൈ. ഇവിടെയല്ല, എന്തെങ്കിലും ലൈഫിൽ അവസരം കിട്ടിയാൽ ശ്രമിക്കുന്ന പറയുന്ന ആൾക്കാർ യെസ് ഒരു തമസം വരുമോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത്ര നേരം ചെയ്യാൻ നമ്മൾ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഞാനൊരു നമ്പർ പറ്റി അത്ര നമ്മൾ ക്ലാപ്പ് ചെയ്യണം. ലാസ്റ്റ് ടാസ്ക് റെഡി ആണോ? ഓക്കെ. ഞാൻ 5 നിങ്ങൾ ഏത് സ്കൂൾ ഏതാ? അല്ല സോ ഞാൻ നമ്പർ പറയും, ആ നമ്പേഴ്സ് മാത്രം. ഓക്കെ. 3 ഗുഡ് 5 ഇവിടെ കൃത്യമായിട്ട് എണ്ണം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? മാത്തമാറ്റിക്സ് നോക്കണം. ലാസ്റ്റ് ടാസ്ക് ഒറ്റ നമ്പർ പറയും, അത്രയും നമ്പർ ഇതുവരെ ജീവിതത്തിൽ അടിക്കാതെ ക്ലാപ്പ് ചെയ്യണം. ഓക്കെ. റെഡി? അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഗിവ് യു ഔട്ട് ഓഫ് 10 ഒരു റേറ്റ് ഞാൻ തരാം. ഓക്കെ. റെഡി? സോ ഹിയർ വി ഗോ. നമ്പർ 8.
നിർത്തിയത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പലപ്പോഴും തുടക്കമല്ല, ഒടുക്കും എപ്പോഴാണ് നന്നായിട്ട് ഭംഗിയായിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നത്. നമ്മൾ എന്തോ എക്സ്ട്രാ ഓർഡിനായിട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ കൊമേഴ്സ് മേഖലയിൽ നിങ്ങളുടെ കുട്ടികൾ അലസരാണ്, മഹാവികൃതികളാണ്, വൈകി ഉറക്കം ഉണരുന്നവരാണ്. മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും. യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ MPV CBN കളരി, ഇളമ്പള്ളൂർ, കേരളപുരം സമാന്തര റോഡ്, ESIക്ക് എതിർവശം, കുണ്ടറ. ഫോൺ നമ്പർ 94 47 11 99 80. കുണ്ടറ പൗരസമിതി പന്തംകൊളുത്തി പ്രതിഷേധിച്ചു. ഇളമ്പള്ളൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ ജനപ്രതിനിധികൾ തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കുണ്ടറ പൗരസമിതി പന്തംകൊളുത്തി പ്രകടനം നടത്തി. പള്ളിമുക്ക് മേൽപ്പാലത്തോടൊപ്പം ഇളമ്പള്ളൂരിലും മേൽപ്പാല നിർമ്മാണത്തിനായി പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തുകയും 2019-20 ബജറ്റിലും തുടർന്ന് മേൽപ്പാല നിർമ്മാണത്തിനായി 37 കോടി രൂപ റെയിൽവേ അനുവദിച്ചിട്ടും കുണ്ടറയുടെ വികസനത്തിന് വിഘാതമായി നിൽക്കുന്ന ഇളമ്പള്ളൂർ റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി മേൽപ്പാല നിർമ്മിക്കാൻ മാറി മാറി വന്ന സർക്കാരുകൾ മൗനം പാലിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇളമ്പള്ളൂർ റെയിൽവേ ഗേറ്റിലെ പന്തംകൊളുത്തി പ്രകടനം. പ്രസിഡന്റ് KO മാത്യു പണിക്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശിവൻ വേളിക്കാട്, സതീഷ് വർഗീസ്, സരോവരം ശ്രീകുമാർ, കുണ്ടറ G ഗോപിനാഥ്, സദാശിവൻ, ബോബുലാൽ ബെന്നി എന്നിവർ സംസാരിച്ചു. MR ജ്യോതിഷ് കുമാർ, ഷറഫ് കുണ്ടറ, B ശ്രീധരൻപിള്ള, ബേബി തോമസ്, CD ജോൺ, G തുളസീധരൻ പിള്ള, കോശിക്കുഞ്ഞ്, C സുവർണ, B മോഹനചന്ദ്രൻ പിള്ള, അഡ്വക്കേറ്റ് വിമല ജെർമിയാസ്, B ശ്രീകുമാർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ആശുപത്രി ഫയർ സ്റ്റേഷൻ എല്ലാ ലൈനിൻ മറുഭാഗത്ത് റെയിൽവേ ഗേറ്റ് നിറയുമ്പോൾ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഇളമ്പള്ളൂർ പഞ്ചായത്ത് 5-ാം വാർഡിൽ നിർമ്മിച്ച അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റജി കല്ലൻപിള്ള അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജലജാ ഗോവൻ, ക്ഷേമസമിതി അധ്യക്ഷ K ശീലാകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ സാം വർഗീസ്, സിന്ധു ഗോപൻ, SD അഭിലാഷ്, കോൺഗ്രസ് പ്രതിനിധി വിളവീട്ടിൽ മുരളി, ICDS സൂപ്പർവൈസർ R രമ്യ, അംഗനവാടി വർക്കർ നസീമ എന്നിവർ സംസാരിച്ചു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്.
തന്നതോ മാരൻ മുത്തിച്ചുവപ്പിച്ചതോ. മലയാളിയുടെ മനസ്സിൽ എന്നും പ്രണയമർമരമായി സിരകളിൽ താളമിടുന്ന വരികളാണിത്. ചുവപ്പ് അനുരാഗമാണ്, വിപ്ലവമാണ്, അപകട സൂചനയാണ്. ഇതൊക്കെയാണെങ്കിലും ചുവപ്പിനെന്നും ഗരിമയുമാണ്. ചുവന്ന ചുണ്ടും തുടുത്ത കവളും എന്നും കവികളുടെയും കലാകാരന്മാരുടെയും ഇഷ്ടമാണ്. വെറ്റില മുറുക്കുന്ന സ്ത്രീകൾ പണ്ട് ഏറെയായിരുന്നു. ഇത് ചുണ്ടിന്റെ സൗന്ദര്യം കൂട്ടാനായിരുന്നോ എന്നറിയില്ല. വെറ്റില മുറുക്കി ചുവപ്പിച്ച് നടക്കുന്നത് ഒരു പതിവായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം വെറ്റില മുറുക്കുമ്പോൾ ചുവക്കുന്നത്? കേരളീയരുടെ മുറുക്കാനിൽ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്: വെറ്റില, പാക്ക്, ചുണ്ണാമ്പ്. വടക്കേ ഇന്ത്യക്കാർ മുറുക്കുന്നത് മറ്റ് ചില ഘടകങ്ങൾ കൂടി ചേർത്താണ്. വെള്ളിലയോ അടയ്ക്കയോ തനിയെ ചവച്ചാൽ ചുവപ്പ് നിറം ഉണ്ടാകുന്നില്ല. 3ഉം കൂട്ടി മുറുക്കുമ്പോൾ മാത്രമാണ് ചുവപ്പ് നിറം ഉണ്ടാകുന്നത്. അടയ്ക്കയിലെ ടാനിൻ യൗഗികങ്ങൾ ക്ഷാരഗുണമുള്ള ചുണ്ണാമ്പുമായി ചേരുമ്പോൾ ചുവപ്പ് നിറം ഉണ്ടാകുന്നു. വായിലുള്ള ഉമിനീരിന്റെ സഹായം കൊണ്ട് വെറ്റിലയും അടയ്ക്കയും ചുണ്ണാമ്പും നന്നായി ചേർന്നരയുന്നു. അന്തരീക്ഷത്തിന്റെ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഓക്സീകരണ പ്രക്രിയ ചുവപ്പ് നിറത്തിന്റെ കടുപ്പം വർദ്ധിപ്പിക്കുന്നു. ആപ്പിൾ മുറിച്ചു വെച്ചാൽ നിറം മാറുന്നതിനും അന്തരീക്ഷ ഓക്സീകരണമാണ് കാരണം. വടക്കേ ഇന്ത്യക്കാരുടെ പാൻ കൂടുതൽ ചുവപ്പ് നിറം ഉണ്ടാക്കും. പാനിൽ ചേർന്നിരിക്കുന്ന തവിട്ട് നിറമുള്ള ഒരു ലായനിയാണ് ഇതിന് കാരണം. നാം കഥ എന്ന് പറയുന്ന ഖൈരമരത്തിന്റെ തൊലി വെള്ളത്തിലിട്ട് വെച്ചാൽ കിട്ടുന്ന ലായനിയാണിത്. ഇത് ചുണ്ണാമ്പുമായി ചേരുമ്പോൾ കടും ചുവപ്പായി മാറുന്നു. UDF പാനൽ വിജയിച്ചു. ഈസ്റ്റ് കല്ലട ക്ഷീരോത്പാദക സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ UDF പാനൽ വിജയിച്ചു. കല്ലട രമേശ്, ജോർജ് വൈദ്യൻ, കോരുത് സാംസൺ, അജിത, അമ്മിണി, സുമതി എന്നിവരാണ് വിജയിച്ചത്. കല്ലട രമേശ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റായി സുമതിയെയും തെരഞ്ഞെടുത്തു. ചിറ്റുമല ജംഗ്ഷനിൽ നടത്തിയ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും UDF ചെയർമാൻ സൈമൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് Y ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ചിറ്റുമല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു ലോറൻസ്, കല്ലട മണ്ഡലം വിനോദ് വില്ലിയത്ത്, കല്ലട ഫ്രാൻസിസ്, തൊണ്ടിൽ നൌഷാദ്, INTUC ജില്ലാ സെക്രട്ടറി രാജു നകുലരാജൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KG ലാലി, എഡ്വേർഡ് പരിച്ചേരി, ഷാജി വെള്ളാപ്പള്ളി, ഗോപാലകൃഷ്ണപിള്ള, ബിജു ചിറ്റുമല, സതീഷ് കുമാർ, സതീഷ് S, ജോർജ് കുട്ടി, സ്റ്റീഫൻ പുത്തേടത്ത്, ഉമാദേവി അമ്മ, മായാദേവി, ശ്രീരാഗ് മഠത്തിൽ, ഷാജി മുട്ടം, സിന്ധു പ്രസാദ്, ശ്രീനാഥ്, ശരത്, മണി വൃന്ദാവൻ എന്നിവർ സംസാരിച്ചു. സാശ്രയ കർഷക വിപണി. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ പെരിനാട് സാശ്രയ കർഷക വിപണി ചൊവ്വാഴ്ച ആരംഭിക്കും. ഉച്ചയ്ക്ക് 2-ന് ചെറുമൂട് ജംഗ്ഷനിൽ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിക്കും. അറിയാൻ നല്ലത്. പ്രഭാത ഭക്ഷണം കഴിക്കാത്തപ്പോൾ വയറ് ഭയക്കുന്നു. നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കാത്തപ്പോൾ വൃക്കകൾ ഭയപ്പെടുന്നു. രാത്രി 11 മണിവരെ ഉറങ്ങാതിരിക്കുകയും സൂര്യോദയത്തിൽ എഴുന്നേൽക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പിത്തസഞ്ചി ഭയപ്പെടുന്നു. തണുത്തതും കാലഹരണപ്പെട്ടതുമായ ഭക്ഷണം കഴിക്കുമ്പോൾ ചെറുകുടൽ ഭയപ്പെടുന്നു. നിങ്ങൾ കൂടുതൽ വറുത്തതും എരിവുള്ളതുമായ ഭക്ഷണം കഴിക്കുമ്പോൾ വൻകുടലുകൾ ഭയപ്പെടുന്നു. സിഗരറ്റിൽ നിന്നും ബീഡിയിൽ നിന്നും മലിനമായ പുകയും അഴുക്കും പരിസരവും ശ്വസിക്കുമ്പോൾ ശ്വാസകോശം ഭയപ്പെടുന്നു. വറുത്ത ഭക്ഷണം, ജങ്ക്, ഫാസ്റ്റ് ഫുഡ് എന്നിവ കഴിക്കുമ്പോൾ കരൾ ഭയപ്പെടുന്നു. ഉപ്പും കൊളസ്ട്രോളും കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഹൃദയം ഭയപ്പെടുന്നു. നിങ്ങൾ കൂടുതൽ പഞ്ചസാര കഴിക്കുമ്പോൾ പാൻക്രിയാസ് ഭയപ്പെടുന്നു. നിങ്ങൾ മൊബൈൽ സ്ക്രീൻ വെളിച്ചത്തിലും കമ്പ്യൂട്ടർ ഇരുട്ടിലും പ്രവർത്തിക്കുമ്പോൾ കണ്ണുകൾ ഭയപ്പെടുന്നു. നിഷേധാത്മക ചിന്തകൾ ഉണ്ടാകുമ്പോൾ തലച്ചോറ് ഭയപ്പെടുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക, അവരെ ഭയപ്പെടുത്തരുത്. ഈ അവയവങ്ങളെല്ലാം വിപണിയിൽ ലഭ്യമല്ല. ലഭ്യമായവ വളരെ ചിലവേറിയതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ശരീരവുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല. അതിനാൽ നിങ്ങളുടെ അവയവങ്ങൾ ആരോഗ്യത്തോടെ സൂക്ഷിക്കുക. കടപ്പാട്. ഇതൊക്കെ വായിച്ചിട്ടും പിന്നെ എന്ത് നിസാരമായി തള്ളിക്കളയുന്നവരും ഒട്ടും ഭയം തോന്നാത്തവരും ഒരുപാട് പേരുണ്ട്. തെറ്റായ ജീവിതശൈലികൾ ഫോളോ ചെയ്യുമ്പോൾ സ്വന്തം ശരീരം എത്രത്തോളം ആ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു എന്ന് ആലോചിക്കുന്നവർ എത്ര പേരുണ്ട്? മരുന്നുകളുടെ ഉപയോഗം കേരളത്തിൽ കൂടി വരുന്നു. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കുട്ടികളിൽ വരെ അമിതവണ്ണം, കുടവയറും ജീവിതശൈലി രോഗങ്ങളും.
ആരോഗ്യമുള്ള ഒരു ജനത, സമൂഹം, ഒരു തലമുറ അത് ഉണ്ടാകുമോ ഇനി? ഓരോരുത്തരും ആരോഗ്യത്തോടെ ഇരുന്നാൽ തനിക്കും തന്റെ കുടുംബത്തിനും തന്നെ സ്നേഹിക്കുന്നവർക്കുമാണ് അതിന്റെ ഗുണങ്ങൾ എന്ന് ചിന്തിച്ച് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുക. ആരോഗ്യമെന്ന ഏറ്റവും വലിയ സമ്പത്തുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരോട് ആരോഗ്യമില്ലാത്ത ഒരാളോട് ചോദിക്കണം ആരോഗ്യത്തിന്റെ വില അറിയണമെങ്കിൽ. സ്വന്തം അറിവില്ലായ്മ കൊണ്ട് തെറ്റായ ജീവിതശൈലികൾ ഫോളോ ചെയ്ത് സ്വയം ആരോഗ്യത്തെ നശിപ്പിക്കാതിരിക്കുകയും സ്വന്തം ശരീരത്തെ അപകടത്തിൽ ആക്കാതിരിക്കുകയും ജീവിതശൈലി രോഗങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകൾ പൂർണ്ണമാവുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള 9 ഹ്രസ്വ ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാ ചിത്രങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രങ്ങളാണ്. അതിലെ കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും കാണുന്ന നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒക്കെ ആകാം. വളരെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ അതിൻ്റെ കഥയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ സിനിമകളെല്ലാം നിങ്ങൾ ഒന്ന് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളവരെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലും ഒക്കെ അതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി നമുക്ക് വീണ്ടും പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടൻ ടീമിന്റെ സ്നേഹം, ആദരം.